നാഥുറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയത് ഹിന്ദുക്കളെയാണ്. എനിക്കതിലൊരു സംശയമില്ല. ഹിന്ദുക്കളെയാണ് കൊലപ്പെടുത്തിയത്. കാരണം 1948 ജാനുവരി മാസം 30 ആദ്യത്തെ ശ്രമമല്ലല്ലോ, 4ാമത്തെ പരിശ്രമമാണത്. 1934 തുടങ്ങിയിട്ട് 4ാമത്തെ പരിശ്രമത്തിലാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഇതിനകത്ത് വിജയിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ RSSനെതിരായിരുന്നു. RSSനെ കുറിച്ച് പറഞ്ഞ പുള്ളി ഉപയോഗിച്ച വാക്ക് ഷണ്ഡീകരിക്കപ്പെട്ട യുവത്വം എന്നാണ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള നാഥുറാം വിനായക് ഗോഡ്സെ ഒരിക്കലും, ഞാൻ മനസ്സിലാക്കുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഒരിക്കലും ഹിന്ദുപക്ഷപാതിയായിരുന്നില്ല. ഹിന്ദു മഹാസഭയുടെ അംഗത്വം അദ്ദേഹത്തിനുണ്ടായിരുന്ന സമയത്ത് പോലും ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഇത് ചെയ്ത് മറ്റാർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1934 ശ്രമം നടത്തുക. അന്നാരെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ. അതിനെ തുടർന്നാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. ഇന്നിപ്പം പിന്നെ പിൽക്കാലത്താണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത് 1947 കോൺഗ്രസ് വേണ്ടാന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു എന്നാണ്. അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് ഗാന്ധി വധത്തിൻ്റെ ശ്രമം നടത്തിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ്. ഇതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാട് വളരെ വിചിത്രമായിരുന്നു അക്കാലത്ത്. അന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നവരാരും ആവശ്യപ്പെട്ടില്ല. അപ്പൊ ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് തന്നെ ശരിക്കും പറഞ്ഞ ഒരു അപമാനമാണ്. കാരണം ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഗാന്ധിജിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനം, ജനുവരി 30 ആയിരുന്നു. അന്ന് ഹിന്ദു മഹാസഭ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഗോഡ്സെയെ, ഈ ഘാതകനെ ആദരിക്കണം, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെയാണ് അവർ നടത്തിയത്. മാത്രമല്ല ഗാന്ധിസവും ഗാന്ധിജിയുടെ ആശയങ്ങളും മുഴുവൻ, കോൺഗ്രസിനെ മുഴുവൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും ഈ ഹിന്ദു മഹാസഭ പറയുന്നുണ്ട്. കാരണം വാസ്തവ ഹിന്ദു മഹാസഭ ഒരു കോൺഗ്രസിൻ്റെ ബി ടീമാണത്. കോൺഗ്രസിൻ്റെ ബി ടീമാണ്. അതുകൊണ്ടാണ് നാഥുറാം വിനായക് ഗോഡ്സെ 34 ശ്രമം നടത്തിയത്. 42 രണ്ടാമത് ശ്രമം നടത്തിയല്ലോ. 1948 ജാനുവരി മാസം 20 3ാമത്തെ ശ്രമം നടത്തിയല്ലോ. അത് ബിർള മന്ദിരത്തിൽ തന്നെ ആയിരുന്നല്ലോ. എന്നിട്ട് അതേ നാഥുറാം വിനായക് ഗോഡ്സെക്ക് 1948 ജനുവരി മാസം 29 ബിർള മന്ദിരത്തിൽ 3 മുറി അനുവദിച്ചത് ആരാണ്? കേന്ദ്രം ഭരിക്കുന്ന സർക്കാരല്ലേ. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെ? അവർക്കറിയാം. എനിക്ക് യാതൊരു സംശയം കരുതലില്ല. അങ്ങനെ അറിയാവുന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്, നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്, നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബി ടീമാണ്. അതിനകത്ത് കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ കാര്യത്തിൽ പങ്കുണ്ട്. കാരണം അവർക്ക് ഇത് മഹാത്മാഗാന്ധി അവർക്കൊരു ശാപമാണ്. നെഹ്റു കുടുംബത്തിന് ശാപമാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആ സമയം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു 2 മാസത്തിന് മുമ്പായിട്ട് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നു. 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാനാണെന്നുള്ളതാണ് നമ്മളോട് നെഹ്റുവും കോൺഗ്രസ്സുകാരൊക്കെ നമ്മളോട് പറഞ്ഞു നടന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? കോൺഗ്രസ്സുകാർ സത്യസന്ധമായിട്ട് പറയട്ടെ. അതിനല്ലല്ലോ മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങൾ ഹിന്ദുക്കളെയും സിഖുകാരെയും നിങ്ങൾ കൂട്ടക്കൊല നടത്തുന്നു, ഇത് ശരിയല്ല എന്ന് തന്നെ വന്ന് കണ്ടിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരോട് സംസാരിച്ചത് മഹാത്മാഗാന്ധിയാണ്. അത് മഹാത്മാഗാന്ധി പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എൻ്റെ സത്യാന്വേഷണ കഥകൾ. ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഇത് അദ്ദേഹം മുസ്ലിം നേതാക്കന്മാരോട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന മഹാത്മാഗാന്ധി 55 കോടി രൂപ കൊടുക്കുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധി കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധി അല്ലല്ലോ, മൗണ്ട് ബാറ്റൻ പ്രഭു ആണല്ലോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വന്തക്കാരനാണല്ലോ. പാകിസ്ഥാന് വേണ്ടി കൊടുക്കണമെന്ന്. അത് ഇന്ത്യ വിഭജന സമയത്ത് ഉണ്ടായിരുന്നില്ല. കരാർ അനുസരിച്ചിട്ട് 55 കോടി കൊടുക്കാനാണ് പറയുന്നത്. ഈ പറയുന്ന തുക തൽക്കാലം കൊടുക്കണ്ട എന്നും കാശ്മീരിൽ പാകിസ്ഥാൻ ഇടപെട്ടതിൻ്റെ പേരിൽ കൊടുക്കരുത് തീരുമാനിച്ചത് കേന്ദ്ര മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ തീരുമാനം എടുക്കുന്ന സമയത്ത് അത് മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ടെന്നില്ല. ഇന്ന് കോൺഗ്രസ്സുകാരൻ പറയട്ടെ, അന്ന് 1947 ഉണ്ടായിട്ടില്ല കേന്ദ്ര മന്ത്രിസഭ കൂടിയിട്ടുള്ള മിനിറ്റ്സിൽ ഈ സാധനം എഴുതാൻ വിട്ടുപോയത് അത് അവിചാരിതമായിട്ടാണോ ആസൂത്രിതമായിട്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ആസൂത്രിതമായിട്ട് മറന്നുപോയതാണത്. അത് മിനിറ്റ്സിൽ എഴുതിയിട്ടില്ല. അതിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നത്. അല്ലാണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രശ്നത്തിൻ്റെ പേരിലല്ല. മഹാത്മാഗാന്ധി നിരാഹാരം കിടക്കുന്നത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെ പേരിലാണ്. ആ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നത്. എൻ്റെ ഓർമ്മ അന്ന് സെപ്റ്റംബർ 23 നവംബർ 23 മറ്റാണ്. സെക്കൻഡ് ഡേ ഇവർ പണം കൊടുത്തല്ലോ. ഇവർ പണം കൊടുത്തതിന് ശേഷവും മഹാത്മാഗാന്ധി നിരാഹാരം അവസാനിപ്പിച്ചില്ലല്ലോ. അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ലേ? ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്, 27 അവസാനിപ്പിക്കുന്നത്.
ആ നിരാഹാരം കിടന്നിട്ടുള്ള അവസാനിപ്പിക്കുന്ന സമയം 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പണം കൊടുക്കേണ്ട പ്രശ്നമാണ് അദ്ദേഹം പിറ്റേ ദിവസം അവസാനിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ അദ്ദേഹം അവസാനിപ്പിച്ചില്ലല്ലോ. അപ്പോൾ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഈ പണം കൊടുക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വിഷയമല്ല. മഹാത്മാഗാന്ധി നെഹ്റുവിനെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളായിരുന്നില്ല. എല്ലാ കാലത്തും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ചവിട്ടുപടികൾ മാത്രമാണ്. 1938 നേതാജി സുഭാഷ് ചന്ദ്രബോസ് പാർട്ടി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഗാന്ധി എതിർത്തു എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ലല്ലോ, ഇത് കാപട്യമല്ലേ? ഈ സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ സമയത്ത് പറഞ്ഞത്, ഞാനിത് അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഞാനത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു പോകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണുന്ന എന്നാ? പിന്നെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയാണ് നിവൃത്തികെട്ട് ഗതികെട്ടിട്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്നത്. അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോകുന്ന അങ്ങനെയാണ്. ഇതിന് അന്തരീക്ഷം ഒരുക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ നെഹ്റു ഒരുപാട് ഇത്തരം കളികൾ കളിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നെഹ്റു പോലും പിന്തുണച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതെ, നെഹ്റു ഗാന്ധി എതിർത്തു. ഗാന്ധി അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ പട്ടാഭി സീതാരാമയ്യായിരുന്നു എതിർപക്ഷത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിലുണ്ടായിരുന്നത് മഹാത്മാഗാന്ധിയെ വെച്ചുകൊണ്ടുള്ള നെഹ്റുവിൻ്റെ കളികൾ തന്നെയായിരുന്നു. ഇതെല്ലാം നെഹ്റുവിൻ്റെ കളികൾ തന്നെയാണ്. നെഹ്റു ആദ്യകാലത്തുണ്ടായിരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെയാണ്. പിന്നെ അവസാനം നേതാജി അദ്ദേഹം പറഞ്ഞത്, ഞാൻ മഹാത്മാഗാന്ധിക്ക് വേണ്ടിയിട്ട് പട്ടാഭിയെ പിന്താങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം പട്ടാഭി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. കാരണം അത്രയും ഒരു വലിയൊരു കരിസ്മയുള്ള ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ജയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ജയിക്കണമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ നെഹ്റുവിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നെഹ്റുവിൻ്റെ താല്പര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പട്ടാഭി ജയിപ്പിക്കുക, നേതാജി തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നേതാജിയെ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന നെഹ്റു പിന്നെ ഒരിക്കലും നേതാജിയെ കാണുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ്. ഇത് ഞാൻ മാത്രം പറയുന്ന സംഗതിയല്ല. നേതാജിയുടെ തന്നെ സഹപ്രവർത്തകനായിരുന്ന സതീർത്ഥനായിരുന്ന എം എൻ സത്യാർത്ഥി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എം എൻ സത്യാർത്ഥിയോട് നേരിട്ട് സംസാരിച്ച ആളാ ഇക്കാര്യം. അപ്പോൾ സത്യാർത്ഥി അടക്കമുള്ള ആളുകൾക്ക് നെഹ്റുവിനെ കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. നെഹ്റുവിന് ഒരിക്കലും മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആചാര്യനായിട്ട് അദ്ദേഹം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധി വധം പോലും കോൺഗ്രസ് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ഗാന്ധി വധം ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യ ഏറ്റവും വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ആളായിട്ട് മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? BR അംബേദ്കർ, ആചാര്യ കൃപലാനി, ഇവരൊക്കെ പിന്നെ എവിടെ പോയി? ശ്യാംപ്രസാദ് മുഖർജി, ഇവരൊക്കെ ഓരോരുത്തരും മാറി ഇവർ രാജിവെച്ചല്ലോ. എന്താ രാജിവെക്കാൻ കാരണം? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഗുണം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അംബേദ്കർ ഉപയോഗിക്കാൻ നോക്കി. അവസാനം അംബേദ്കർ അദ്ദേഹത്തോട് എന്താ പറഞ്ഞ്? ഇത് ഹിന്ദു കോഡ് കൊണ്ടുവന്നു. അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഹിന്ദു കോഡ് മാത്രമല്ലല്ലോ, കേന്ദ്രം ഭരിക്കുന്നൊരു സർക്കാർ മതേതര സർക്കാരല്ലേ, നിങ്ങൾ മുസ്ലിം കോഡ് കൊണ്ടുവരേണ്ടതല്ലേ, ഹിന്ദു കോഡിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ, കൊണ്ടുവന്നില്ലല്ലോ. എന്ന് വെച്ചാൽ അംബേദ്കറെ പുറത്താക്കുന്നു, ശ്യാംപ്രസാദ് മുഖർജി പുറത്താക്കുന്നു, ആചാര്യ കൃപലാനി പുറത്താക്കുന്നു, ജയപ്രകാശ് നാരായണനെ അകറ്റി നിർത്തുന്നു. അങ്ങ് ഏതോ ലോകത്തേക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അയക്കുന്നു. മഹാത്മാഗാന്ധിയുടെ കഥ അവിടെ അവസാനിപ്പിക്കുന്നു. ഈ കഥ വച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം 3 മണിക്കൂറിനകം കേസിലെ പ്രതിയെ ആരാ കണ്ടുപിടിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി. റേഡിയോ കൂടിയാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് RSS ആണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, RSS ആയിരുന്നുവെങ്കിൽ RSS ആണ് നാഥുറാം വിനായക് ഗോഡ്സെങ്കിൽ നാഥുറാം വിനായക് ഗോഡ്സെ ആരാ? ഹിന്ദു മഹാസഭക്കാരൻ എങ്ങനെയാവുക? ഹിന്ദു മഹാസഭയുടെ അംഗമായിരിക്കുന്ന നാഥുറാം വിനായക് ഗോഡ്സെയാണ് കേസിൽ പ്രതിയെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രസ്ഥാനത്ത് നിരോധിച്ചോ? ഇല്ലല്ലോ. ഇല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിക്ക് കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് നിയമനം കൊടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ താല്പര്യപ്രകാരമാണ്. 1952 അദ്ദേഹത്തെ. അങ്ങ് വിശ്വസിക്കുന്നത് ഗാന്ധി വധത്തിന് പിന്നിൽ നെഹ്റുവിൻ്റെ ഒരു ഒളിഞ്ഞ കൈ ഉണ്ടെന്നാണ്? ഞാൻ നെഹ്റുവിൻ്റെ പങ്കുണ്ടോയെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിൻ്റെ പങ്കാളിത്തം കുറച്ച് കാണാൻ എനിക്ക് സാധ്യമല്ല. നെഹ്റുവിന് ഇപ്പോഴും ഇവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി അവർക്കൊരു ഭാരമായിരുന്നു എക്കാലത്തും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും മഹാത്മാഗാന്ധി അംഗീകരിക്കാൻ പറ്റില്ലപ്പാ. അവർ മഹാത്മാഗാന്ധിക്ക് എതിരാണ് കോൺഗ്രസ്.
അവർക്കതൊരു ഭാരമായിരുന്നു. ഈ ഭാരത്തിൽ രീതിയിലായിരുന്നു ഭാരം. ആ ഭാരം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടിനെ കോൺഗ്രസ്സുകാരൻ പറയുന്നത് കടുംപിടുത്തം എന്നൊക്കെയാണ് പറയുക. ഈ കടുംപിടുത്തത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല അവർക്ക്. രണ്ടാമത്തെ മഹാത്മാഗാന്ധിയുടെ ഒരു ഹിന്ദു സങ്കല്പങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം രാമരാജ്യമായിരുന്നു. ഭാരതീയ സങ്കല്പത്തിന് ഹിന്ദു സങ്കല്പങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ ഹിന്ദു സങ്കല്പത്തെ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. കോൺഗ്രസ് അതിനെ മതേതര സങ്കല്പം എന്നൊക്കെ വിളിച്ച് പേരിട്ടുവെങ്കിലും ഹിന്ദു വിരുദ്ധ സങ്കല്പങ്ങളായിരുന്നു കോൺഗ്രസ്സിന് എക്കാലത്തുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് കുംഭമേള എന്നാണ് യാത്ര പുറപ്പെടുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് എവിടെയാണ് പോയത്? കേരളത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തത് വൈക്കം സത്യാഗ്രഹത്തിനാണ്. എന്തിനാണത്? പാവപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന എല്ലാ സമസ്ത ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു വൈക്കത്ത് വന്ന് ഗുരുവായൂർ വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് മഹാത്മജി സംസാരിച്ചിട്ടുള്ളത്. നാടാകെ ഗാന്ധി കല്ലെറിയപ്പെടുകയാണ്. അത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ അജണ്ടയ്ക്കകത്ത് ചില ആളുകൾ വീണു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. അതിനകത്ത് കോൺഗ്രസിൻ്റെ ബി ടീമായിരിക്കുന്ന ഹിന്ദു മഹാസഭയും അതിൻ്റെ അകത്തൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അവർ ഉപയോഗിക്കും അത് മഹാത്മാഗാന്ധി ഒരു ഹിന്ദു വിരുദ്ധനാണെന്നുള്ള പ്രചരണത്തിന്. ഒരിക്കലും മഹാത്മാഗാന്ധിക്ക് ഹിന്ദു വിരുദ്ധനാകാൻ സാധ്യമല്ല. മഹാത്മാവാണോ അത്? അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചത് നമ്മളാരും അല്ലല്ലോ വിളിച്ചത്. അദ്ദേഹത്തെ വിളിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അവിടെ സിംഗപ്പൂരിലെ റേഡിയോയിൽ കൂടിയാണ്. എനിക്ക് ആ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 1944 എൻ്റെ ഓർമ്മ. 1944 അദ്ദേഹം മഹാത്മാവെന്ന് വിളിക്കുന്നത് സാക്ഷാത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ ടാഗോറിനെയൊക്കെ പോലെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ജനമനസ്സുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ആളുകളെല്ലാം മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിപ്പട്ട അടിച്ചു മാറ്റിയവരാണ് ഈ ഗാന്ധി എന്നിപ്പോൾ എഴുന്നള്ളിച്ചു നടക്കാൻ വേണ്ടി പോകുന്നത്. അവർക്ക് ആവശ്യം പഴയ ഗാന്ധിയല്ല, പുതിയ ഗാന്ധിയാണ് അവർക്ക് ആവശ്യം. എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടോ? ഗാന്ധിക്ക് എല്ലാ കാലത്തും റെലവൻസ് ഉണ്ട്. ഗാന്ധിയുടെ ദർശനങ്ങൾ, ഗാന്ധിയൻ ദർശനങ്ങളിൽ എക്കാലത്തും ഭാരതത്തിൻ്റെ ഉത്കൃഷ്ടത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന ആളുകൾ ഗാന്ധിയൻ ദർശനങ്ങളെ പഠിക്കുക തന്നെ വേണം. ഏറ്റവും സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നു അത്. അതിന് 10,000-കണക്കിന് ആളുകൾ വിളിച്ചുകൊണ്ട് പോവുക. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുന്നത്, 1924 അദ്ദേഹം ഇവിടെ വൈക്കത്ത് വരുന്നത്. അന്ന് വൈകുന്നേരം 5 മണിക്കൊരു യോഗം, 6 മണിക്കൊരു യോഗം നടന്നിരുന്നു വൈക്കം ബൊട്ടിയേറ്റി മൈതാനത്ത്. ഏകദേശം 20,000-ഓളം ആളുകൾ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. മൈക്കില്ലാത്ത യോഗമാണ്. മഹാത്മാഗാന്ധി സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. അതിന് പരിഭാഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ, ഹിന്ദി അറിയാത്ത വൈക്കത്തെ ജനങ്ങൾ മുഴുവൻ കൈയടിച്ച് പ്രസംഗത്തെ ആസ്വദിച്ചു എന്നാണ്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മിടുക്കുകാട്ടിയിരിക്കുന്ന മഹാത്മാവാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വൈക്കത്ത് ജനങ്ങൾ അംഗീകരിക്കുക. മൈക്കില്ലാതെ മാപ്പിള കലാപത്തെയും ഖിലാഫത്ത് മൂവ്മെന്റിനെയൊക്കെ എന്തിനാണ് സ്വാതന്ത്ര്യമായിട്ട് കൂട്ടിയിണക്കിയത്? അതിൻ്റെ പിന്നിലുള്ള ചില രാഷ്ട്രീയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിൽ ഉടലെടുത്ത സംഭവമാണ്. അത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ സമരം നടന്ന സ്ഥലം എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്ത് മുസ്ലിങ്ങൾ ആരാണ്? സുന്നികളാണ്. അവിടെ സമരം നടത്തിയിരിക്കുന്ന അവിടുത്തെ ആളുകൾ ആരാണ്? തുർക്കിയിൽ. അവർ സുന്നികളാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുസ്ലിങ്ങൾ, നമ്മുടെ അൻവറൊക്കെ പറഞ്ഞില്ല എൻ്റെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന്, എൻ്റെ അച്ഛനൊക്കെ പാകിസ്ഥാൻ രൂപീകരണത്തെ എതിർത്തു എന്നുള്ളത്. ഇവരൊരു ഒരു എതിർപ്പായിരുന്നില്ലപ്പാ. ഇവർ എതിർക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇവർ ഷിയകളെ ഒരിക്കലും കേരളത്തിൽ സുന്നികൾ അംഗീകരിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേരളത്തിൽ ഖിലാഫത്ത് ഉണ്ടായത്. ഈ സമരം തുർക്കികളിലുള്ള കമാൽ പാഷയുടെ ആ ഒരു നേതൃത്വത്തെ ചൊല്ലിയിട്ടുള്ള തർക്കമായിരുന്നു. കാരണം അവിടെ സുന്നികളും ഷിയകളും ഇവർ ഒന്നിച്ചായിരുന്നുണ്ടായിരുന്നത്. സമാനമായിട്ടുള്ള മറ്റൊരു ഖിലാഫത്ത് ഉണ്ടായിരുന്നു, അത് ഇറാഖിലാണ് നടന്നത്. അതെ. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിയുടെ വിലയെ നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരാളാണ്. ഒരു സംശയ കാര്യത്തിൽ അദ്ദേഹം മാത്രമല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം അത് വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് ഗാന്ധി വധത്തിൻ്റെ പേരിൽ RSSനെ നിരോധിച്ചിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ്സുകാരും ഒരിക്കൽ പോലും മഹാത്മാഗാന്ധിയെ സ്മരിക്കാതിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പ്രാതസ്മരണയിൽ തിലകോ ഗാന്ധിരാധൃത എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നത് അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരാണ്. അതിന് കാരണം RSS ഒരിക്കലും മഹാത്മാഗാന്ധിക്ക് ആയിരുന്നില്ല, എതിരാകാൻ സാധ്യമല്ല. ഒരേ വഴിത്താരയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്.
നമസ്കാരം.